ഹലോ, ഇന്ന് പാലക് പനീർ റൈസിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ആദ്യം പനീർ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പനീർ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം. പനീർ ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇടുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 3 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് റൗണ്ടിലായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ. നല്ല ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ റൈസാണ്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ഒരു നുള്ള് ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഇട്ട് കൊടുക്കാം. പനീർ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കിയതിന് ശേഷം നമുക്ക് അത് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് മീലാണ്. കസ്തൂരി മേത്തി എന്തായാലും ഇട്ട് കൊടുക്കണേ, അതാണ് അതിന് ഫ്ലേവർ കൊടുക്കുന്നത്. പാലക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പനീർ മാത്രം വെച്ചിട്ടും ചെയ്യും. ഇതേ നമുക്ക് കുക്കർ തുറന്ന് വെക്കാം. ഇതേ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.